കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് എംഎൽഎക്കുണ്ടായ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം പോലീസിനാണെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആക്ഷേപമുയരുന്നു. തീർത്തും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് സ്റ്റേഡിയത്തിൽ പരിപാടി അരങ്ങേറിയത്. വിവിധ ഘട്ടങ്ങൾ പരിശോധിച്ച് അനുമതി നൽകേണ്ടിയിരുന്ന പോലീസ് നിരുത്തരവാദപരമായാണ് പെരുമാറിയത് എന്ന് ഇവന്റ് മാനേജ്മെന്റ് രംഗത്ത് ദീർഘകാല പരിചയമുള്ളവർ ചൂണ്ടിക്കാട്ടും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നൃത്തപരിപാടിക്കിടെ ഉമാ തോമസ് എംഎൽഎക്കുണ്ടായ അപകടത്തിൽ നിന്ന് പോലീസിന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്ന് ഇവന്റ് മാനേജ്മെന്റ് രംഗത്തെ വിദഗ്ധർ. വിവിധ വകുപ്പുകൾ സമർപ്പിക്കുന്ന നിരാക്ഷേപ പത്രത്തിന്മേൽ അന്തിമ അനുമതി നൽകേണ്ടത് പോലീസാണെന്നിരിക്കെ ഇക്കാര്യത്തിൽ ഗുരുതര വീഴ്ചയാണ് വരുത്തിയിരിക്കുന്നത് എന്ന ആരോപണം ഉയരുന്നു. പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ആദ്യം നമ്മളവിടെ പോലീസിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പോലീസ് ഇങ്ങോട്ട് തരും. ഇത്രയും അതോറിറ്റീസിന്റെ അടുത്ത് നിന്ന് നിങ്ങൾ പെർമിഷൻസ് വാങ്ങിയിട്ട് വരണം, ലൈസൻസ് വാങ്ങിയിട്ട് വരണമെന്ന് പറയും. അത്രയും ലൈസൻസ് നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടി വരും. അതിനകത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഹെൽത്തിൽ തന്നെ ഡോക്ടേഴ്സ് വരുന്നുണ്ടാവും, ഹെൽത്തിൽ തന്നെ നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് വരുന്നുണ്ട്, ഡോക്ടർമാർ വരുന്നുണ്ട്, PWD എഞ്ചിനീയർമാരുണ്ടാവും. PWD എഞ്ചിനീയേഴ്സ് വന്ന് സ്ട്രെങ്ത് പരിശോധിക്കും. 25 പേര് സ്റ്റേജിൽ കയറുമെന്ന് പറഞ്ഞാൽ അവർ 30 പേരോ 40 പേരൊക്കെ സ്റ്റേജിൽ കയറ്റി നിർത്തി അത്രയും ലോഡ് ബെയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അല്ലെങ്കിൽ അവരതിൻ്റെ താഴെയൊക്കെ പോയിട്ട് ആ ഇട്ടിരിക്കുന്ന പ്രൊഫൈൽസൊക്കെ അത് തന്നെ മതിയോ എന്ന് പരിശോധിച്ച് എഞ്ചിനീയർമാരാണ് അത് സർട്ടിഫൈ ചെയ്യുക. ആ സർട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ PWD നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. അത് നമ്മൾ പോലീസിൽ ഹാജരാക്കേണ്ടി വരും. ഇങ്ങനെയുള്ള എത്രയോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ കിട്ടിയിട്ട് വേണം അതെല്ലാം കൂടി കിട്ടി പോലീസ് നോക്കും. ഇതിനെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം പോലീസ് പെർമിഷൻ തരും. അപകടം സംഭവിച്ച വേദിയിലെ സുരക്ഷാ വീഴ്ചകൾ പറഞ്ഞ സംയുക്ത പരിശോധനാ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സുരക്ഷയ്ക്ക് പുറമെ വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ വൈദ്യസഹായം ഉണ്ടായിരുന്നില്ല. താൽക്കാലികമായി നിർമ്മിച്ച വേദിക്ക് ആവശ്യമായ ബലമുണ്ടായിരുന്നില്ലെന്നും സംഘാടകർക്ക് സംഭവിച്ചത് ഗുരുതരമായ പിഴവ് ആണെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഇതിനു പുറമെ ഫയർ ആൻഡ് സേഫ്റ്റി അടക്കമുള്ള വകുപ്പുകളിൽ നിന്ന് NOC ലഭിച്ചിരുന്നില്ലെന്നുള്ള വിവരവും പുറത്തു വന്നിരുന്നു. റോട്ടിൽ കൂടി നടക്കുന്ന ഒരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്യുന്നത് എല്ലാം പോലീസിനെ വിശ്വസിച്ചിട്ടാണ്, ഇവിടുത്തെ ഗവൺമെന്റിനെ വിശ്വസിച്ചിട്ടാണ്. അവർക്കാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ്, അവരാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്. അവരെ വിശ്വസിച്ചിട്ടാണ് നമ്മളിത് ഈ വന്ന് നിൽക്കുന്നതും ഒക്കെ എല്ലാം അവർ വിശ്വസിച്ചിട്ടാണ്. അപ്പോൾ പോലീസ് ഒരു കാര്യം അവിടെ നടത്തണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യവും നോക്കിയിട്ട് തന്നെ പോലീസ് പെർമിഷൻ കൊടുക്കും. അവരെ യാതൊരു കുറ്റവും പറയേണ്ട കാര്യമില്ല. അതിന് ഉത്തരവാദിത്വം അവർക്കാണ്. ഇനിയും മെട്രോ സിറ്റിയിൽ ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാതിരിക്കാൻ പോലീസും ഗവൺമെൻറ്റും ഉണർന്ന് പ്രവർത്തിക്കണം. ഇതിനൊരു സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഉണ്ടാകണം. ഇത്ര ആൾക്കാരെ ഇടപെടുത്തണം, അവരുടെ പെർമിഷൻ വേണം. അവരൊക്കെ അറിഞ്ഞിട്ട് മാത്രമേ ഇത്തരം ഒരു പ്രോഗ്രാമിന് പെർമിഷൻ കൊടുക്കാൻ പാടുള്ളൂ. 2023 നവംബറിൽ കുസാറ്റിൽ സംഗീത പരിപാടിക്കിടെ സമാന രീതിയിലുള്ള അപകടം സംഭവിച്ചിരുന്നു. കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാത്തതാണ് അവിടെയും വിനയായത്. ജനം, കൊച്ചി.